ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ആര് എന്ന് ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ദൈവം ആര് എന്നൊരു ചോദ്യം 127 സങ്കീർത്തനം പറയുന്നു, 1 മുതലുള്ള വാക്യങ്ങൾ: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥം. അപ്പോൾ ഈ കർത്താവാര്, ദൈവമാര്? പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ആരെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തി. ദൈവം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഇറങ്ങി വരുന്നവനുമാണ്. വേദപുസ്തകം എടുത്താൽ മുഴുവൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളെയാണ് കാണുക. അലറുന്ന കടലിനെ പകുത്തവൻ, സിംഹത്തിൻ്റെ വായ് പൂട്ടിയവൻ, തീച്ചൂളയിൽ അഗ്നിയുടെ ചൂട് ശമിപ്പിച്ചവൻ, മന്നയായി പെയ്തിറങ്ങിയവൻ, വെള്ളമായി ഒഴുകിയിറങ്ങിയവൻ, സീനായി സമുദ്രത്തിൽ കാടപ്പക്ഷിയായി പറന്നിറങ്ങിയവൻ, അൾത്താരിൽ അപ്പത്തിൻ്റെയും മീനിൻ്റെയും സാദൃശ്യത്തിൽ കടന്നു വരുന്നവൻ. ഈ രീതിയിലൊക്കെ നമ്മൾ ദൈവത്തെ കാണും. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥ ദൈവത്തെ കാണുകയും ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മുഴുവൻ കാണുന്നത് എവിടെയോ ആയിരിക്കുന്ന ഒരു ദൈവമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ ആയിത്തീരുന്ന ഒരു ദൈവമാണ്. ഒരു ബീയിങ് ആയിട്ടല്ല, ബിക്കമിങ് ആയിട്ടാണ് ബൈബിൾ ദൈവത്തെ അവതരിപ്പിക്കുക. ഓരോരോ ആവശ്യങ്ങളിൽ മനുഷ്യനൊപ്പം ആയിത്തീർന്നു. ഇരുട്ട് വന്നപ്പോൾ ദീപസ്തംഭം ആയിത്തീർന്നു. ഇരുട്ടത്ത് വെളിച്ചം ആവശ്യം. ചൂട് വന്നപ്പോൾ മേഘസ്തംഭമായി. ചൂടിൽ ഒരു കുടയാണ് ആവശ്യം. വിശന്നപ്പോൾ മന്നയായി, ദാഹിച്ചപ്പോൾ വെള്ളമായി, ഇറച്ചിക്കായി കൊതിച്ചപ്പോൾ കാടപ്പക്ഷിയായി. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കടന്നു വരുന്ന ദൈവം. തിബേരിയോസിൻ്റെ തീരത്ത് അമ്മ മനസ്സോടെ കൽക്കട്ടയിൽ അപ്പവും മത്സ്യവും ചുട്ട് കാത്തിരിക്കുന്ന മാതൃമനസ്സിൻ്റെ ഒരു ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നു. എല്ലായിടത്തും മനുഷ്യൻ്റെ അവസ്ഥകളിൽ ആയിത്തീരുന്ന ഒരു ദൈവസങ്കല്പം നമ്മൾ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ ധ്യാനപൂർവ്വം വായിച്ചു പോകുമ്പോൾ ഈ ദൈവം ആരെന്നും ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തെന്നും നമ്മൾ കാണുന്നു. ചെയ്യുന്ന ചില പ്രവൃത്തികൾ എടുത്തു പറയുന്നു. ഒന്നാമത് നമ്മൾ കാണുന്നത് ദൈവം ആരെന്ന് ചോദിച്ചാൽ ദൈവം മറഞ്ഞിരിക്കുന്ന മനുഷ്യരെ, ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ പിടിച്ച് ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. ആരെല്ലാം ഒളിച്ചിരിക്കുവോ അവരെല്ലാം പിടിച്ചു കൊണ്ടുവരും. ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്നവരെ, മറഞ്ഞിരിക്കുന്നവരെ ദൈവം പിടിച്ചു കൊണ്ടുവരുന്നു. തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ആദ്യ മാതാപിതാക്കളെ, ആദത്തെയും ഹവ്വായെയും പിടിച്ച് ലോകത്തിലേക്ക്, മനുഷ്യൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെയാണ് കാണുക. ഒളിച്ചിരിക്കുന്നവനെ വിളിച്ചിറക്കുന്ന ഒരു ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി ഇതാണ്. ആരെല്ലാം ചില മേഖലകളിൽ അങ്ങ് ഒളിഞ്ഞിരിക്കുവോ അവരെയൊക്കെ കൊണ്ടുവന്നല്ലേ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുക. അന്തോനീസ് പുണ്യവാളൻ ഒരാശ്രമത്തിൽ കിച്ചൻ്റെയൊക്കെ ചാർജായിട്ട് അകത്തെ കൊച്ചു കൊച്ചു ജോലി ചെയ്തപ്പോഴാണ് ഒരു മരണത്തിൽ അപ്രതീക്ഷിതമായി ചരമപ്രസംഗം പറയേണ്ടി വന്നത്. അവിടെ നിന്നായിരുന്നു ഒളിച്ചിരുന്ന അന്തോനീസ് ഇറങ്ങി വരിക. ഒരു കർദിനാളായിട്ട് പ്രായാധിക്യത്തിൽ മറഞ്ഞിരിക്കുമ്പോഴല്ലേ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായെ ദൈവം കണ്ടെത്തി സഭാശുശ്രൂഷയിലേക്ക് വീണ്ടും വിളിച്ചു കൊണ്ടുവരിക. ആരെങ്കിലുമൊക്കെ ഓർക്കുന്നു, എനിക്കൊന്ന് ശോഭിക്കാൻ പറ്റിയിട്ടില്ല, ജനസമക്ഷം വരാൻ പറ്റിയിട്ടില്ല, ഞാൻ ആയതുപോലെ അറിഞ്ഞപ്പെട്ടിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെയൊന്നും ഓർക്കാനില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഒളിച്ചിരിക്കുന്നവരെ വിളിച്ചിറക്കുന്ന ദൈവമാണ്. ഏദൻ തോട്ടത്തിൽ ആ ദൗത്യം അവിടുന്ന് ആരംഭിക്കുന്നു, നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്നു, അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ
മറ്റൊരു സ്വഭാവം നമ്മൾ കാണുന്നത് ഓരോ മനുഷ്യനെയും അവൻ്റെ ഉത്തരവാദിത്വ ബോധങ്ങൾ ഉണർത്തുന്ന ദൈവമായിട്ടാണല്ലോ. ഉൽപ്പത്തി 4:9 ചോദിക്കുന്നു, കായേൻ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ഓരോ മനുഷ്യനെയും അവനുമായുള്ള ബന്ധത്തിൽ അവൻ്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്നുള്ള ചിന്ത. ദരിദ്രരായ മനുഷ്യരെ കാണുമ്പം സമ്പത്തുള്ളവർ ഓർക്കണം, ഞാൻ അവരുടെ കാവൽക്കാരാണ്. ഭിക്ഷക്കാരൻ വന്ന് കൈനീട്ടുമ്പോൾ ഓർക്കണം, ഞാൻ അവൻ്റെ കാവൽക്കാരനാണ്. അനാഥ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഓർക്കണം, ഞാൻ അവരുടെ കാവൽക്കാരനാണ്. നമ്മളോടുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പം കായനെ പോലെ നമ്മളും പറയും, ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ? അതെ എന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുക. സഹജീവികളോട് ജീവിതത്തിൽ നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. അതാദ്യമേ ദൈവം ഓർമ്മിപ്പിച്ചു തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 9-ാം വാക്യം മുതലാണ്. സഹജീവികളോടുള്ള കടപ്പാടുകൾ, ഉത്തരവാദിത്വങ്ങൾ മറന്നു ജീവിക്കാൻ മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. ഇപ്പം നമുക്കൊരു കടപ്പാട് ഏത് മനുഷ്യനോടുമുണ്ട്. മനുഷ്യന് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ബന്ധങ്ങളാൽ നെയ്തെടുക്കപ്പെട്ടതല്ലേ. ഒരാളോട് ബന്ധപ്പെടാതെ ആർക്കാ ജീവിക്കാൻ പറ്റുക? അപ്പോൾ നമുക്ക് മറ്റുള്ളവരോടൊരു കടപ്പാടുണ്ട്, അത് മറക്കരുത്. സ്വാർത്ഥതയിൽ സ്വന്തം ലോകം, സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കൾ, സ്വന്തം വീട്, ആ സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങരുത്. നമ്മൾ മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്ത് കടന്നു പോകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദൈവം. വീണ്ടും ഉൽപ്പത്തിയിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ ദൈവമാണ്. എത്രയോ ഉടമ്പടികളാണ് സ്ഥാപിക്കുക. അബ്രാഹവുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നു, വാക്കുപാലിക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണ് മനുഷ്യൻ. വാക്കുകൾ പാലിക്കണം, വാഗ്ദാനങ്ങൾ പാലിക്കണം. അതിൻ്റെ ക്രമമായിട്ടാണ് ഉടമ്പടികൾ സ്ഥാപിക്കുന്ന ദൈവം. ലോത്തുമായി ഉടമ്പടി, നോഹയുമായി ഉടമ്പടി, അബ്രഹാവുമായി ഉടമ്പടി, ഇസഹാക്ക്, യാക്കോബും ഒക്കെയായിട്ട് ഉടമ്പടികൾ ദൈവം സ്ഥാപിക്കുന്നുണ്ട്. ഉടമ്പടി തന്നുകൊണ്ട്, ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് ദൈവം പറയുന്നു, വാക്കുപാലിക്കുന്ന മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർ, വാക്കുപാലിക്കുന്നവർ, ആ ഒരു വിളി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളായിരിക്കുന്നത് ഒരിക്കലും വാക്കുവ്യത്യാസം വരുത്തരുത്, വാഗ്ദാന ലംഘനം വരുത്തരുത്. വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുക. വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവരെ ലോകവും വെറുക്കും. ഇലക്ഷൻ കാലഘട്ടത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ആ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാത്തവരെ ജനം പിന്നീട് തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയുന്നത് കാണാം. എത്ര മിടുക്കന്മാരും എത്ര സാമർഥ്യമുള്ളവരാണെങ്കിലും ദൈവവും പറയുന്നു, ദൈവവുമായുള്ള ജീവിതത്തിൽ നടത്തുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും മറക്കരുത്. ഉടമ്പടികൾ, വിവാഹ ഉടമ്പടി ഒരിക്കലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ലംഘിക്കരുത്, അതിൽ കളിപ്പിക്കൽ അരുത്. നേർച്ചകൾ ദൈവവുമായുള്ള ഒരു വാഗ്ദാനമാണ്. നേർച്ചകൾ നിറവേറ്റാതിരിക്കരുത്. വാഗ്ദാനമാണ് നേർച്ച, അത് ഉടമ്പടി, അത് നിറവേറ്റുകയും വേണം. ഉടമ്പടിയാണ്. ഒരമ്മച്ചിയുടെ 2 ഗ്രാമുള്ള കമ്മൽ കാണാതെ പോയി. അമ്മച്ചി പള്ളിയിൽ ചെന്ന് പറയുകയാണ്, എൻ്റെ അന്തോനീസ് പുണ്യാള, കാണാതെ പോയ വസ്തുക്കൾ നീ കാണിച്ചു തരുന്നവനാണല്ലോ. എൻ്റെ കാണാതെ പോയ 2 ഗ്രാമിൻ്റെ സ്വർണ്ണക്കമ്മൽ നീ കാണിച്ചു തന്നാൽ സത്യമായും അത് വിട്ടുകൊണ്ട് 3 നൊവേനയ്ക്ക് ഞാൻ വന്നേക്കാം. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങൾ ഇന്നിങ്ങനെയാണ്. നഷ്ടം വരുമോ എന്ന് മുൻകൂട്ടി കണക്ക് കൂടി കരുതലോടെ നടത്തുന്ന ഉടമ്പടി വാക്കുകളുണ്ട്. ഉടമ്പടി വാക്കുകൾ. ഒരു മനുഷ്യൻ മീൻ പിടിക്കാൻ പോയി. ദൈവത്തോട് വാഗ്ദാനം ചെയ്തു, ദൈവമേ ഇന്ന് ഞാൻ മീൻ പിടിക്കുമ്പം ആദ്യം കിട്ടുന്ന മീൻ, അത് ചെറുതാണേലും വലുതാണേലും നിനക്ക് തന്നെ ഞാൻ തരുന്നതാണ്. അയാൾ ചെന്നു ചൂണ്ടയിട്ടു. ഒരു വലിയ മീൻ ചൂണ്ടയിൽ കൊത്തി. ഇയാൾ ഓർത്തു, അത്യാവശ്യം എൻ്റെ കാര്യം നടക്കട്ടെ, പിന്നെയും മീൻ കിട്ടുമ്പം തമ്പുരാന് കൊടുത്താൽ മതിയല്ലോ. എല്ലാം മറന്ന് ഈ മനുഷ്യൻ പിന്നീട് വീണ്ടൊരിക്കൽ ഒരു മീൻപിടുത്തത്തിന് പോയി. അവിടെ വെച്ച് പറഞ്ഞു, ദൈവമേ ഇഷ്ടം പോലെ മീൻ തരണം,
നല്ലതിന് ഏറ്റവും മുഴുത്തതിനെ നിനക്ക് തന്നെ ഞാൻ തരും. ദൈവം പറഞ്ഞു, മോനെ, പണ്ട് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ, അന്ന് കിട്ടുന്ന ആദ്യത്തെ മീൻ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്ക് തരുമെന്ന്. നീ അന്ന് വാക്ക് പാലിച്ചില്ലല്ലോ. ഉടനെ അവൻ പറഞ്ഞു, തമ്പുരാനെ, അന്ന് ഊത്ത കയറിയ ദിവസമായിരുന്നു, ഏതാ ആദ്യം കയറിയെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. മനുഷ്യന് എക്സ്ക്യൂസുകളുണ്ട്, ഒഴികഴിവുകളുണ്ട്. ഇവിടേക്കാണ് പറയുക, ഒഴികഴിവുകൾ മാറ്റിവെച്ച് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന മനുഷ്യൻ. ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യൻ വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ടവനും വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടവനുമാണ് മനുഷ്യൻ. ഈ ചിന്ത ഉടമ്പടിയുടെ ദൈവം നമുക്കായിട്ട് തരുന്നു. വീണ്ടും ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ദൈവം തടവ് പുള്ളികളെ സന്ദർശിക്കുന്ന ദൈവമായിട്ടാണ്. നന്മയ്ക്ക് വേണ്ടി സഹിക്കുകയും കഷ്ടപ്പാടുകൾ സഹിക്കുകയും നൊമ്പരങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ട് പൂട്ടപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യനെ ദൈവം സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. പൂർവ്വ യൗസേപ്പിൻ്റെ ചിത്രം അതാണ്. പോത്തിപ്പൻ്റെ തലവറയിൽ പൂട്ടപ്പെട്ട യൗസേപ്പിനെ ദൈവം സന്ദർശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ടവർ, സർവ്വലാരും പരിത്യക്തരായവർ, തെറ്റിദ്ധരിക്കപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ സന്ദർശിക്കുന്ന, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് അവിടുന്ന്. തടവ് പുള്ളികളെ സന്ദർശിക്കുന്ന ദൈവം. രോഗമായി ഞാൻ ആശുപത്രി കിടക്കയിലാണോ, എന്നെ സന്ദർശിക്കുന്നവനാണ്. എന്തോ കുറ്റം ആരോപിക്കപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ആളാണോ, ജയിലിലാണോ, അവൻ എന്നെ സന്ദർശിക്കുന്നവനാണ്. മക്കളാലും മരുമക്കളാലും തിരസ്കരിക്കപ്പെട്ട് ഏകാന്തതയുടെ തടവറയിൽ പൂട്ടപ്പെട്ട അപ്പനാണോ അമ്മയാണോ, ദൈവം അവരെ സന്ദർശിക്കുന്നു. രോഗം ബാധിച്ച് കട്ടിലിൽ ശയ്യാവലംബരായി കിടക്കുന്നവരാണോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം അവരെ സന്ദർശിക്കുന്നു. തടവ് പുള്ളികളെ സന്ദർശിക്കുന്ന ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തുക. ദൈവം അങ്ങനെ സന്ദർശനം നടത്തുന്ന ദൈവമാണ്. വീണ്ടും നമ്മൾ കാണുന്ന പ്രത്യേക ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിൽ, അടയാളമിട്ട് രക്ഷിക്കുന്നവനാണ് ദൈവം. അടയാളമിട്ട് രക്ഷിക്കുന്നവനാണ് ദൈവം. എത്രയോ പേരെയാണ് ദൈവം അടയാളമിട്ട് രക്ഷിക്കുന്നത്. കായേൻ്റെ മേൽ ആരും കൈകൾ വെക്കാതിരിക്കാൻ അവൻ്റെ മേൽ ദൈവം സംരക്ഷണ മുദ്ര പതിപ്പിച്ചു, അടയാളം. ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങൾ സംഹാരദൂതനാൽ തകർക്കപ്പെടാതിരിക്കാൻ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അടയാളപ്പെട്ടു. പരിച്ഛേദന കർമ്മത്തിലൂടെ യഹൂദൻ അടയാളമിടപ്പെട്ടവനാണ്. വിശുദ്ധ മാമോദീസായിലൂടെ, ശരീരലേപനത്തിലൂടെ അടയാളമിട്ട് രക്ഷിക്കപ്പെട്ടവരാണ് ക്രൈസ്തവ ജനത. ദൈവം അടയാളമിട്ട് രക്ഷിക്കുന്നവനാണ്, സംരക്ഷണ മുദ്ര പതിപ്പിക്കുന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവമിടുന്ന അടയാളങ്ങളുണ്ട്. എൻ്റെ മേലാരും കൈവെക്കാതിരിക്കാൻ ആരും അറിയാത്ത ഒരദൃശ്യ രേഖ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം വരച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഓരോ വ്യക്തിയിലും അദൃശ്യമായ ഒരടയാളം ദൈവം കുറിച്ചിട്ടുണ്ട്. ആർക്കും കൈവെക്കാൻ മേലാത്ത ഒരടയാളം, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റാത്ത അധികാരത്തിൻ്റെ ഒരടയാളം ദൈവം അടയാളമിട്ട് രക്ഷിക്കുന്ന ദൈവമാണ്. ഒരു പുരുഷൻ ഭാര്യയുടെ പേരണിഞ്ഞ മോതിരം ധരിക്കുമ്പോൾ അടയാളമാണ്. ഒരു സ്ത്രീ കഴുത്തിൽ താലി ധരിക്കുമ്പോൾ അടയാളമാണ്. ഒരച്ഛൻ്റെ കുപ്പായം അടയാളമാണ്. ഒരു സിസ്റ്ററിൻ്റെ സഭാവസ്ത്രം അടയാളമാണ്. ദൈവം കാലാകാലങ്ങളിൽ അടയാളമിട്ട് തൻ്റെ ജനത്തെ വേർതിരിക്കുന്നു, രക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും ഓർക്കുക, ആരൊക്കെ എന്നെ പരിത്യജിച്ചാലും ആരെല്ലാം തള്ളി പറഞ്ഞാലും എൻ്റെ ദൈവം എൻ്റെ മേൽ ഒരു സംരക്ഷണ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് അടയാളം ഇടുന്നവനാണ്. ഈ ഉറപ്പും ഈ ബലവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുക. വീണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് ആരാണ് ദൈവമെന്ന് ചോദിച്ചാൽ എപ്പോഴും അവസരങ്ങൾ കൊടുക്കുന്നവനാണ് ദൈവം. അവസരങ്ങൾ കൊടുക്കുന്നവനായ ദൈവം അബ്രഹാമിന് എത്രയോ അവസരങ്ങൾ കൊടുത്തു. സോദോമിനും ഗൊമോറയ്ക്കും അവസരം കൊടുത്തതാ, തള്ളി പറഞ്ഞിട്ടല്ലേ. ദൈവം അവസരങ്ങൾ തരുന്നവനാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം നോഹയ്ക്കും കിട്ടുന്നു ഒരവസരം, ലോത്തിന് കിട്ടുന്നു അവസരം. എത്രയോ അവസരങ്ങളാണ് ദൈവം തരിക. നമ്മൾ ദൈവത്തെ
ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ദൈവം അവസരങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നവരാണ്. ദൈവം അവസരം തരുമ്പോൾ അവസരത്തോട് നോ പറഞ്ഞ് കഠിനഹൃദയം ഉള്ളവരാകാം. അവസരങ്ങളോട് യേസ് പറഞ്ഞ് ദൈവഹിത പ്രകാരം പ്രവർത്തിക്കുന്നവരുമാകാം. പണ്ട് ദൈവം കൊടുത്ത അവസരത്തോട് നോ പറഞ്ഞ് പറവോൻ കഠിനഹൃദയനായി. ദൈവം കൊടുത്ത അവസരത്തോട് യേസ് പറഞ്ഞ് മോശ ഒരു ജനതയുടെ വിമോചകനും നായകനുമായി മാറി. ദൈവം നമുക്കും തരും അവസരങ്ങൾ, ഓരോരോ അവസരങ്ങൾ. ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ വെറുതെ മസിൽ പിടിച്ച് നോ പറഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സിനോട് കടുപ്പമുള്ള പ്രതികരണം കൊടുക്കുന്നവരാണോ നമ്മൾ? അതോ യേസ് പറഞ്ഞ് ദൈവഹിതാനുസരണ പ്രകാരം ജീവിതത്തിലെ ചുവടുവയ്പ്പുകൾ നടത്തുന്നവരാണോ നമ്മൾ? ദൈവം അവസരങ്ങൾ തരുന്ന ദൈവത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നു. വീണ്ടും ദൈവത്തിൻ്റെ മറ്റൊരു വലിയ സ്വഭാവമായിട്ട് നമ്മൾ കാണുന്നത്, എവിടെയെല്ലാം തിന്മയുണ്ടോ തിന്മയ്ക്കിടയിലും നന്മ വിരിയിക്കുന്ന ഒരു ദൈവമാണ്. തിന്മയുടെ കൂടാരത്തിൽ നന്മ വിരിയിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നു. പ്രളയത്തിലൂടെ ഭൂമുഖത്തെ തിന്മകളെ തുടച്ചു നീക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തിന്മയുടെ ലോകത്ത് നന്മയുടെ ഒരു കുടുംബത്തെ കണ്ടു, നോഹ. ഒരു പേടകത്തിൽ ആ നോഹയുടെ കുടുംബത്തെ ദൈവം രക്ഷിക്കുന്നു. എവിടെയെല്ലാം തിന്മയുണ്ടോ അവിടെയെല്ലാം നന്മ കാണുന്ന ഒരു ദൈവത്തെയാണ് ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുക. എത്ര വലിയ തിന്മ പെരുകുമ്പോഴും നമ്മൾ നിരാശപ്പെടരുത്. അതിനിടയിൽ നന്മയുടെ ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചേരും എന്ന ചിന്ത നമുക്ക് വേണം. എത്ര മോശമായ ഭർത്താവിലും മറഞ്ഞിരിക്കുന്ന നന്മ കാണാൻ കഴിയുന്ന ഒരു ഭാര്യയാകാൻ ഭാഗ്യം ലഭിക്കട്ടെ. എത്ര തിന്മ നിറഞ്ഞ ഭാര്യയിലും നന്മയുടെ വെളിച്ചം കാണുന്ന ഒരു ഭർത്താവാകാൻ ഭാഗ്യം ലഭിക്കട്ടെ. ഉഴപ്പി നടക്കുന്ന കുട്ടികളിലും നന്മ കാണുന്ന മാതാപിതാക്കളാക്കട്ടെ. ക്ലാസ്സിലെ അലമ്പ് പിടിച്ച കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു നന്മ, അതല്ലേ അധ്യാപകരുടെ ശ്രേഷ്ഠത എന്ന് പറയുക. തിന്മയുടെ നടുവിൽ നന്മ കാണുക. അങ്ങനെ നന്മ കാണാനാണ് ദൈവം വിളിക്കുക. ഉൽപ്പത്തിയിലെ ദൈവം നമ്മളെ ഓരോരുത്തരും ഓർപ്പിക്കുന്നു. ചുറ്റുപാടും കാലാവസ്ഥ മോശമാകുമ്പോൾ, തിരമാലകൾ ഉയരുമ്പോൾ, പ്രതിസന്ധികൾ ജ്വലിക്കുമ്പോൾ, അതിൻ്റെ നടുവിലും ദൈവമൊരുക്കിയ നന്മ കാണാൻ നമുക്ക് കഴിയുമ്പോൾ ഉൽപ്പത്തിയിലെ ദൈവസ്വഭാവത്തിലേക്ക് നമ്മളും ചേർന്നിരിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയിലെ ദൈവത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്, ഏത് നിരാശയുടെ മുകളിലും പ്രതീക്ഷയുടെ മഴവില്ലുകൾ തെളിക്കുന്നവനാണ് അവിടുന്ന്. എല്ലാ നിരാശയുടെ നടുവിലും പ്രതീക്ഷയുടെ മഴവില്ല് തെളിക്കുന്നവനാണ് അവിടുന്ന്. പ്രളയമുണ്ടായി. ഇനിമേൽ പ്രളയത്തിലൂടെ ഭൂമുഖത്തെ നശിപ്പിക്കരുതെന്ന് കാണിക്കുവാൻ ദൈവം വാനവിധാനത്തിൽ ഒരു മഴവില്ല് വിരിയിച്ചു. ദൈവസ്വഭാവമാണിത്. എല്ലാ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ ഒരു മഴവില്ലായി അവിടുന്ന് വരുന്നു. കുടിക്കുവാൻ പാനപാത്രങ്ങൾ കൊടുക്കുന്നവൻ ആശ്വസിപ്പിക്കുവാൻ ദൂതനെ അയക്കുന്നത് പോലെ ഏത് തകർച്ചയും അനുവദിക്കുന്നവൻ പ്രതീക്ഷയുടെ മഴവില്ലും ഒപ്പം നമുക്കായി വെച്ചിട്ടുണ്ട്. അതാണല്ലോ ദൈവത്തിൻ്റെ സ്വഭാവം. നിരാശയുടെ നീർച്ചുഴിയുടെ മേൽ പ്രതീക്ഷയുടെ മഴവില്ല് വിരിയിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടെത്തുക. അവസാനമായി നമ്മൾ കണ്ടുവരുമ്പോൾ ഉൽപ്പത്തിയിലെ ദൈവത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവമാണ് വിഡ്ഢിവേഷം കെട്ടാൻ വിളിക്കുന്ന ദൈവം. ബൈബിളിലെ ദൈവം മനുഷ്യനെ വിളിക്കുന്നത് ദൈവത്തിന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടാൻ വേണ്ടിയാണ്. വിദൂഷകരാകാൻ ദൈവം വിളിച്ചുകൊണ്ടിരിക്കും. ലോകാരംഭം മുതൽ ഇന്നു വരെ ദൈവം എത്ര പേരെയാണ് വിഡ്ഢിവേഷം കെട്ടാനായിട്ട് വിളിച്ചത്? ഓർത്ത് നോക്കിക്കേ. നോഹ എന്നൊരു മനുഷ്യൻ, ഉഗ്രപ്രതാപവാനായ സൂര്യൻ ആകാശത്ത് ജ്വലിച്ചപ്പോഴാണ് നോഹ വിഡ്ഢിവേഷം കെട്ടുന്നത്. കടലിൻ്റെ തീരത്ത്, ആറിൻ്റെ തീരത്ത് പേടകം പണിയേണ്ടവൻ മലയുടെ മുകളിൽ പോയി പേടകം പണിയുന്നു. ജനം പറഞ്ഞു വിഡ്ഢി. പക്ഷെ ദൈവം പ്രേരിപ്പിച്ചു, നോഹ പണിതു.
ദൈവാത്മാവിൻ്റെ പ്രേരണ ലഭിക്കുന്നവരൊക്കെ തമ്പുരാന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടണം. എത്രയോ പേരെ നമ്മളിങ്ങനെ കണ്ടെത്തുന്നു. വിഡ്ഢിവേഷം കെട്ടിയ അബ്രഹാം, പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പം വിഡ്ഢിവേഷം കെട്ടിയ മോശ, പിന്നീട് കാണുന്ന സംഖ്യയിൽ വിഡ്ഢിവേഷം കെട്ടുന്ന ജോഷുവ, സാമൂഹ്യൻ്റെ പുസ്തകത്തിൽ വിഡ്ഢിവേഷം കെട്ടുന്ന ദാവീദ്. വിഡ്ഢിവേഷം കെട്ടാനാണ് ദൈവം ഓരോരുത്തരെയും വിളിക്കുക. നോഹ വിഡ്ഢിവേഷം കെട്ടി. ഒരു ഉണങ്ങിയ കമ്പും പിടിച്ച് വിക്കനും വൃദ്ധനുമായ മോശ വിഡ്ഢിവേഷം കെട്ടി. വായിൽ കാഹളം വെച്ച് ഊതിക്കൊണ്ട് ജോഷുവ വിഡ്ഢിവേഷം കെട്ടി. ഒരു കവണിയും 5 ഉണ്ടക്കല്ലുമായി ദാവീദ് വിഡ്ഢിവേഷം കെട്ടി. അവരെല്ലാം ദൈവം കാത്തു. തമ്പുരാന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടിയവരെ ഒരിക്കലും അവിടുന്ന് മറന്നിട്ടില്ല. അവിടുന്ന് പറയും, നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടാൻ മടിച്ചാൽ ഈ കല്ലുകൾ എനിക്കായി വിഡ്ഢിവേഷം കെട്ടും. ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇതല്ലേ നമ്മൾ കാണുക. എത്രയോ കാലങ്ങളിൽ 2016 വർഷങ്ങളിൽ വിഡ്ഢിവേഷം കെട്ടി എത്രയോ പേര്. മരുഭൂമിയിലെ താപസനായ അന്തോനീസ്, പക്കേമ്യൂസ്, ബേസിൽ, ബെനഡിറ്റ്, ഫ്രാൻസിസ് അസീസി, താരപുണ്യവതി, അമ്മ ത്രസ്യ, കൊച്ചു ത്രസ്യ, വിശുദ്ധ യോഹന്നാൻ, ബെൻസൻ്റ് പോള്, അൽഫോൻസാമ, ചാവറയച്ചൻ, എപ്രേസ്യാമ, മദർ തെരേസ, മറിയം ത്രസ്യ, രാമപുരത്ത് കുഞ്ഞച്ചൻ, ഞാനും എന്നെപ്പോലുള്ള വൈദികരും സിസ്റ്റേഴ്സും ഒരു പ്രത്യേക വേഷം ധരിച്ച് നടക്കുമ്പോൾ ഈ ലോകത്തിൽ തമ്പുരാന് വേണ്ടിയുള്ള വിഡ്ഢിവേഷം കേട്ടലാണ്. കീറിയ തുണി ഉടുത്ത് മക്കളെ നല്ലതുടിപ്പിക്കുന്ന അമ്മ അപ്പൻ ഈ ലോകത്ത് വിഡ്ഢിവേഷം കെട്ടുന്നവരാണ്. കഞ്ഞിയുടെ വെള്ളം കുടിച്ച് വറ്റു മക്കൾക്ക് പകുത്തു കൊടുക്കുന്ന അമ്മ വിഡ്ഢിവേഷം കെട്ടിയവളാണ്. ആകാശപ്രഭളെ കുളിപ്പിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. സാമ്പത്തിക നഷ്ടം വിഡ്ഢിവേഷം കെട്ടുന്നവരെ. വഴി കിടന്ന് അനാഥരെടുത്ത് മുടിയും വെട്ടിച്ച് വെള്ളത്തിലെ പുഴുക്കളെയും കിള്ളിക്കളഞ്ഞ് പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എത്രയോ വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നു ആകാശപ്രവട കേന്ദ്രങ്ങളിലായിട്ട്. അവരൊക്കെ ബുദ്ധിമാന്മാരുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ വിഡ്ഢിവേഷം കെട്ടുന്നവരാ. അങ്ങനെയുള്ള വിഡ്ഢിവേഷം കെട്ടുന്നവരിലൂടെയാണ് ഈ ലോകം നിലനിൽക്കുക. ഈ ബൈബിളിലെ ദൈവസങ്കല്പങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് പ്രചോദനമാകട്ടെ, ശക്തിയാകട്ടെ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്കും ഭാഗഭാഗിത്വം വഹിക്കാം. ആ ദൈവത്തോടൊത്ത് ജീവിതത്തിൻ്റെ യാത്രകൾ നമുക്ക് തുടരാം. പരാതിയും പരിഭവമില്ലാതെ ദൈവം തരുന്ന ഓരോന്നും സന്തോഷത്തോടെ സ്വീകരിച്ച് അവന് വേണ്ടി വിഡ്ഢിവേഷം കെട്ടുന്ന വ്യക്തികളാകുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. അതിൽ അഭിമാനത്തോടെ തുടരുവാനും പതറാതെ നിലനിൽക്കുവാനും അചഞ്ചലമായ മനസ്സോടെ മുമ്പോട്ട് പോകുവാനും നമ്മൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ലോകസ്ഥാപനം മുതൽ ഇന്നുവരെ നീ നടത്തുന്ന അത്ഭുതകരമായ ഇടപെടലിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ തരുന്ന അവസരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയെ മറക്കാതെ തിരുമുഖത്ത് നോക്കി ഓട്ടം പൂർത്തിയാകുവാനും ഓരോ നിമിഷവും അവിടുത്തെ കരം പിടിച്ച് നടക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.